ഇവനെന്താ ഇവിടെ? ഇനി എന്നെ അന്വേഷിച്ചു വന്നാണോ? പൂഴാൻ ജോസിന്റെ സംഘമാണല്ലോ. ഷൺമുഖണ്ണ ഇവിടെ ആർക്കു വേണ്ടിയാ ഇവന്മാർക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കണേ? അശോക് ഹലോ ഹലോ അശോകേട്ട, ഞാൻ ബോഡി ഗാർഡ് ജ്യേഷ്ഠനാ. പെട്ടെന്ന് അവിടുന്ന് മാറണം. അശോകേട്ടന്റെ ചുറ്റി കൊട്ടേഷൻ ടീമാ. എന്താ? വേഗം മാറവിടുന്ന്. അശോകേട്ടനെ കൊല്ലാൻ അവർ വന്നിരിക്കുന്നേ. എന്നെ കൊല്ലാനോ? ചുമ്മാ ഭ്രാന്ത് പറയാതെ വെച്ചിട്ട് പോടാ. ഒന്ന് പറയുന്നത് കേക്ക്. പെട്ടെന്ന് ഓഫീസിലേക്ക് കയറിക്കോ. അശോകേട്ടനെ അവർ കൊല്ലും. അശോകേട്ടൻ നീ രാധാമണി അമ്മനെ നോക്ക്. അവർ അമ്പലത്തിനകത്തുണ്ട്. അയ്യോ, ഇവരെന്തായി കാണിക്കുന്നത്? നാട്ടുകാരായിട്ട് ഇവരെന്തിനെ അടിയുണ്ടാക്കുന്നേ? എടാ, വിടണയാളെ നിർത്തടാ. അമ്മേ, അമ്മോ, ഇവ കാരണം നമ്മളും കൂടെ ചാവൂല്ലോ. ഒരുത്തരം ഞങ്ങളുടെ നേരെ നോക്കാൻ പോലും ഇന്നുവരെ ധൈര്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ ഈ നടന്നത് മുഴുവൻ നീ കാരണം. അശോകനെ കണ്ടുപെടുന്നതിന് മുമ്പ് പോയിക്കോ, ഇല്ലെങ്കിൽ നിന്റെ മരണം ഉറപ്പാ. പാടി ഇങ്ങോട്ട്. അയ്യോ, എന്തൊക്കെയാ ഞാൻ ഈ കാണുന്നത്? ഈശ്വരാ, ഒന്നുമില്ല അമ്മേ, ഒന്നുമില്ല. പേടിക്കാൻ ഒന്നുമില്ല. അയ്യോ, ഇതിനൊക്കത്തിനും കാരണം ആ തമ്മാടി ചെറുക്കനാണ്. അവൻ ഞാൻ വേണ്ടത് കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നിന്നെയൊക്കെ പറഞ്ഞിട്ടെന്താ? ഇന്ന് അവനില്ലായിരുന്നെങ്കിൽ നമ്മൾ 4 പേരുടെയും ശവം ഈ ഇറയത്ത് കിടക്കുമായിരുന്നു. ഇവനെ ഇവിടേക്ക് എത്തിച്ചത് വാര്യർ സാറല്ല, ദൈവമാ. വാര്യർ സാറിന്റെ രൂപത്തില്. വന്നവന്മാർ ആരൊക്കെയാണെന്ന് നിനക്കറിയാമോ? ഷൺമോഹന്റെ ആൾക്കാരാ.
പറയടാ പട്ടി കഴിവറ മോനെ, നിന്റെയൊക്കെ ഷൺമുഖപ്പ് എവിടെയുണ്ടാ? പറയടാ. അശോകട്ടൻ രക്ഷപ്പെട്ട് അറിഞ്ഞതും ഭാര്യയും മക്കളെയും കൂട്ടി രാഖി രാമാനം മലേഷ്യക്ക് പോയി. നടക്കടാ. ഇനി ഒരു കാലത്തും ഷൺമോണൻ ഇങ്ങോട്ട് മടങ്ങി വരുമെന്ന് തോന്നുന്നില്ല അശോകേട്ടാ. വരാണ്ടിരുന്നാൽ അവൻ അത്രയും കാലം കൂടി ജീവിക്കാം. അതാ നന്ദി കെട്ടവനോട് വിളിച്ചൊന്ന് പറഞ്ഞേരെ. അശോകേട്ട സൂക്ഷിക്കണം. അശോകേട്ടൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മടങ്ങി വരാനാവില്ലെന്ന് അയാൾക്ക് നന്നായി അറിയാം. അശോകേട്ടനെയും കുടുംബത്തെ ഇല്ലാതാക്കാൻ അയാൾ ഇനിയും ശ്രമിക്കും. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ.